ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി വരാമെന്ന് പറഞ്ഞ തുഞ്ചേട്ടൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എത്തും. അപ്പം രാവിലെ എത്തുമ്പോൾ എന്തായാലും വിശക്കണമെങ്കിൽ ഇത് ചായ എടുത്തോന്ന് പറഞ്ഞായിരിക്കുള്ളൂ വരാൻ പോണത്. അപ്പം പിന്നെ ഒന്നും നോക്കില്ല, വേഗം തന്നെ ഇതേ പുട്ടും കടലക്കറിയും ഉണ്ടാക്കാൻ തരുത്. കടല ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, പുട്ടിന് വേഗം നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പുട്ടിനിക്ക് തീരെ ഇഷ്ടമേ അല്ല, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. സുധുവിന് ഇവിടെ പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെ അവൻ്റെ ഇഷ്ടവും നമ്മൾ പരിഗണിക്കണമല്ല. പിന്നെ വേഗം കടലക്കറിയും വെക്കാൻ കരുതി കേട്ടോ. കടലക്കറിക്കാണെങ്കിൽ ഞാൻ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാവരും കൂടി ഒരുമിച്ചിട്ടിട്ട് വേഗം കുക്കറിലിട്ട് ഒരു 5-6 വിസിലടിക്കുമ്പോഴേക്കും സംഭവം സെറ്റായിട്ടുണ്ടാവും അല്ല. അങ്ങനെ അത് പിന്നെ താളിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കടലക്കറിയും റെഡി ആയിട്ടുണ്ടാവും. പുട്ടാണെങ്കിൽ പിന്നെ വേഗം ശരിയാവുമല്ലോ. അങ്ങനെ ആ ഒരു പ്ലാനോടുകൂടി നമ്മുടെ തട്ടകത്തിൽ നമ്മൾ പണികളൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടാ. സുധപ്പനാണെങ്കിൽ എഴുന്നേറ്റിട്ടില്ല, നല്ല ഉറക്കമുണ്ട് കേട്ടോ. അങ്ങനെ വേഗം തന്നെ കുക്കറൊക്കെ അടപ്പത്ത് വെച്ചതിന് ശേഷം വേഗം പോയിട്ട് നമുക്ക് മുറ്റത്ത് കുറച്ച് പണിയുണ്ട് കേട്ടോ. കാരണം മുറ്റത്ത് ഞാനിപ്പോൾ ഒരാഴ്ച ഇല്ലാതിരുന്ന ചവറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോഴെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ കാരണം വേഗം തന്നെ ചവറ് കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ഞാൻ വേഗം തന്നെ അടിച്ച് കത്തിച്ച് അങ്ങോട്ട് കളയാമെന്ന് കരുതി. അതല്ലെങ്കിൽ പിന്നെ ഇനി അതവിടെ കൂടിക്കിടന്ന് വല്ല മഴയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതവിടെ നനഞ്ഞ് ഇതായി പോകില്ല എന്നൊക്കെ കരുതി. അപ്പോഴുണ്ട് ദേ നമ്മുടെ താമരച്ചെടി നല്ല അടിപൊളിയായിട്ട് വരണുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ ചവറൊക്കെ കത്തിച്ചതിൻ്റെ കൂട്ടത്തിൽ കൂടി ഒരു മേശാപ്പൂ കത്തി ദേ നിങ്ങൾ കണ്ടായിരുന്ന ഒരു തീപ്പൊരി വന്നത്. ആ തീപ്പൊരിയോടുകൂടിയാണ് തുഞ്ചേട്ടനും ഇങ്ങോട്ട് എത്തിയത് കേട്ടോ. അപ്പോൾ കണ്ണൻ ചേട്ടൻ അവിടെ കളിയാക്കണുണ്ട്. അമ്പോ പൂത്തിരി കത്തിച്ചാണല്ലോ കെട്ടിയാനെ ആനയിക്കണേന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ദേ വേഗം തന്നെ കുറച്ച് ഒരു കട്ടൻ ചായയൊക്കെ തിളപ്പിച്ച് ഞങ്ങളങ്ങനെ കുടിച്ച് പിന്നെ സുധുവിനെയും വിളിച്ച് എഴുന്നേപ്പിച്ച് പുട്ടും കടലക്കറിയൊക്കെ കഴിച്ചതിന് ശേഷം സുനിച്ചേട്ടനോട് പറഞ്ഞ് ചേട്ടൻ കുറച്ച് റെസ്റ്റ് എടുത്തോ. ചേട്ടൻ 2 ആഴ്ച ഉറക്കം നിന്നിട്ടൊക്കെയാണ് വന്നത്. ഇത്തിരി സമയമൊക്കെ മാത്രം ഉറങ്ങാൻ കിട്ടുള്ളായിരുന്നു. അങ്ങനെ വേഗം തന്നെ ചേട്ടൻ കിടന്ന സമയം കൊണ്ട് ഞങ്ങൾ വേഗം സുധുവിൻ്റെ സ്കൂളിലോട്ട് പോയിട്ടാണ്. സുധുവിൻ്റെ സ്കൂളിൽ നിന്ന് യൂണിഫോം കൊടുക്കണ ദിവസമായിരുന്നു. അങ്ങനെ വേഗം യൂണിഫോമും കാര്യങ്ങളൊക്കെ മേടിച്ച് സുധുവിന് അപ്പം തന്നെ ഞാൻ തയ്ക്കാനായിട്ട് കൊടുത്തിട്ട് വീട്ടിലോട്ട് കൊണ്ടുവന്നില്ല യൂണിഫോം. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കിട്ടൂല, ജൂൺ ആകുമ്പോഴേക്കും കിട്ടൂലല്ല എന്നോർത്ത് വേഗം കൊടുത്ത് അതിന് ശേഷം സുധുവിൻ്റെ ന്യൂട്ടൻസിലോട്ട് എത്തി. സുധുവിന് പുതിയ ട്യൂഷനും ചേർത്തിട്ടാണ്. അപ്പം നമുക്കിനി അടുത്ത